എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചത് അല്ല, ചക്ക വേവിച്ച അതേ ടേസ്റ്റിൽ ഒരു വിഭവമാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വിളിക്കുന്ന സമയത്ത് അവിടെ ചക്ക വേവിച്ചു, ചക്കത്തോരന്, ചക്കപ്പുളിശ്ശേരി, ചക്ക എരിശ്ശേരി, അങ്ങനെ വേണ്ട ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എല്ലാവരും ചക്ക കൊണ്ടുള്ള പല പല വിഭവങ്ങളൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ ഭയങ്കര ചക്ക കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതിയാണ് കേട്ടോ. അപ്പം ഞാൻ കണ്ടുപിടിച്ചതാണ് നമ്മുടെ കുബൂസ്. നമുക്കുണ്ടല്ലോ നമ്മുടെ പ്രവാസികൾക്ക് ഫേമസ് ആയ കുബൂസ്. അത് വെച്ചിട്ടൊന്ന് റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി അരപ്പിന് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു വെളുത്തുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ ഉള്ളി അത്ര എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുബൂസ് ആണെങ്കിൽ ഇത് വലിയ കുബൂസാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു 2.5 മുറി കുബൂസാണ് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുത്ത് വെച്ചാൽ മതി. ആദ്യമൊക്കെ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് 1-2 ഒക്കെ എടുത്ത്, ചെറിയ കുബൂസാണെങ്കിൽ 1-2 ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് ഏറെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പം നമ്മൾ ചക്കയും കപ്പയൊക്കെ നമ്മൾ അരപ്പ് റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ കുബൂസ് വെച്ചിട്ട് റെഡിയാക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ ഈ ദോശമാവിനും അപ്പത്തിനൊക്കെ അരച്ചെടുക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ഇച്ചിരി വെള്ളം കൂട്ടി വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിത് ഈ തേങ്ങ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാത്തവരൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുബൂസൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കാൻ വെക്കുന്ന സമയത്ത് ഉപ്പ് പാകമാണ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബാക്കി അരപ്പ് കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കത് ഒഴിച്ചു കൊടുത്ത്, അപ്പം നമ്മൾ ഓൾറെഡി ഫ്ലെയിം ആണെങ്കിൽ കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുബൂസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഇപ്പോൾ ഈ ഒരു ഞാനാണെങ്കിൽ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഈ അരപ്പെല്ലാം ഈ കുബൂസിൽ പറ്റി യോജിപ്പിച്ച് എടുക്കണം നമ്മൾ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിങ്ങനെ ഉപ്പ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ആ സമയത്ത് കുറച്ച് വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു. കാരണം ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് ഈ വെള്ളം ഒന്ന് പറ്റി വരണം. കാരണം അപ്പോഴത്തേനാണെങ്കിൽ അരപ്പിൻ്റെ പച്ചമണങ്ങൾ ഒക്കെ ആണെങ്കിൽ മാറിക്കിട്ടും. അപ്പം ഈ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇതിങ്ങനെ കുഴഞ്ഞ് വെള്ളം പോലെ ആയിപ്പോവും. അതും കൊള്ളത്തില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരു കറിവേപ്പിലയാണെങ്കിൽ ഇട്ടിട്ടാണെങ്കിൽ അതങ്ങ് അടച്ച് വെക്കുക. പിന്നീട് അതൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണ് ഏറ്റവും ടേസ്റ്റ്. അത് നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെക്കുന്ന നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് കുബൂസ് കൊണ്ട് റെഡിയാക്കിയാണ്. നിങ്ങളിത് റെഡിയാക്കി ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു നോക്കൂ. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ നോക്കൂ. ശരിക്കും നമ്മൾ ചക്ക വേവിച്ച അതേ ടേസ്റ്റിലിരിക്കും. ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ അത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.